أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. نعم. أما بعد، فيقول المصنف رحمه الله: وتقدم قياس اللغة في مبحثها، لأن ذكره هناك أنسب من ذكر معظمهم له هنا، ونبه عليه لئلا يظن أنه أغفله. ഖിയാസുല്ലുഗ എന്ന് പറഞ്ഞാൽ ഖിയാസ് കൊണ്ട് ലുഗത്ത് സുബൂത്താക്കുക. അത് പറ്റൂലേ? ലുഗത്തിലിപ്പോ അറബികള് ഒരു വസ്തുവിനൊരു പേര് വെച്ചു. ആ വസ്തുവിൽ നമ്മൾ ആ പേരിനോട് അനുയോജ്യമായ ഒരു സവിശേഷത കണ്ടു. ആ സവിശേഷത മറ്റൊരു വസ്തുവിൽ കണ്ടതിനു വേണ്ടി ആ മറ്റേ വസ്തുവും അതിൻ്റെ അർത്ഥം തന്നെയാണ്, അതിനും ഈ പേര് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂലേ? ഇപ്പൊ ഉദാഹരണം, മുന്തിരിങ്ങാനീര്, മുന്തിരിങ്ങന്റെ വീഞ്ഞ്, മുസ്കിറായ അത് മുന്തിരിങ്ങന്റെ വീഞ്ഞ്, അസീറുൽ ഇനബ്, അതിനാണ് ഇപ്പൊ എന്ത് വെച്ചിരിക്കണത്? ഹംറ് എന്നുള്ള പേര് വെച്ചിരിക്കുന്നത്. അതിന് ഹംറ് എന്ന് പേര് വെച്ചപ്പോ അതിൽ നമ്മൾ നോക്കുമ്പോ ഈ ഹംറ് എന്ന പദത്തിനോട് അനുയോജ്യമായ ഒരു സവിശേഷത ഉണ്ട്. എന്താ? മുഖാമറത്തുൽ അഖൽ, ബുദ്ധിനെ മറക്കുക, ബുദ്ധിന്റെ വകതിരിവിന് മറടുക എന്നുള്ളതായിരിക്കുന്ന ഒരു സവിശേഷത ഈ മുന്തിരിന്റെ അസീറിൽ കണ്ടു. അപ്പൊ അതുപോലെ എല്ലാ മദ്യപാനീയങ്ങളും അത് അതിന്റെ അർത്ഥത്തിൽപ്പെട്ടത് തന്നെയാണ്, ഈ ഹംറിന്റെ അർത്ഥത്തിൽപ്പെട്ടത് തന്നെയാണ് എന്ന് പറയാം. അപ്പൊ എങ്ങനെ അസീറുൽ ഇനബിന് പോലെ ഹംറ് എന്ന് പറയാനുള്ളതായ കാരണം മുഖാമറത്തുല്ലാക്കൽ എന്ന സവിശേഷത ഉണ്ടാവലാണ്. ആ സവിശേഷത മറ്റ് പാനീയങ്ങളിലും ലഹരി പാനീയങ്ങളിലുമുണ്ട്. അപ്പൊ അതും എന്തെന്നെയാണ്? അറബികളുടെ അടുക്കൽ ഹംറ് തന്നെയാണ്, ഹക്കീക്കത്തൻ ഹംറ് തന്നെയാണ്. മജാദായിട്ട് അതിനെ ഹംറ് എന്ന് പറയൂല എന്നുള്ളതല്ല. മജാദായിട്ട് ഹംറ് എന്ന് പറയാം, ഇസ്തിആറത്തായിട്ട് പറയാലോ. അപ്പൊ അതല്ല, അങ്ങനെ പറ്റൂലേ? അതുപോലെ കാറൂറത്ത് എന്ന് പറഞ്ഞാൽ പളുങ്കിന്റെ കുപ്പിയാ. ആ കുപ്പിക്ക് ഒരു സവിശേഷത നമ്മൾ കണ്ടു. എന്താണ്? അതില് പാനീയങ്ങള് കറാറാവും, അതില് പാനീയങ്ങള് സ്ഥിരമാകും, നിൽക്കും എന്നുള്ളതായിരിക്കും ഒരു സവിശേഷത. അപ്പൊ ആ സവിശേഷത മറ്റ് കുളത്തിനും അതുപോലെ കിണറ്റിനും പുഴക്കും പളുങ്കിൻ്റെതല്ലാത്ത പാത്രത്തിനൊക്കെ കണ്ടിട്ട് അപ്പൊ നമ്മൾ പറയാം അതൊക്കെ കാറൂറ തന്നെയാണ് എന്ന് പറയാൻ പറ്റൂലേ? മുസന്നിഫ് മബാഹിദുൽ അൽഫാദിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ മുസന്നിഫ് റാജിഹക്കിയത് പറയാൻ പറ്റൂല എന്നാണ്. കാരണം ഞമ്മക്കറിയില്ല മുഖാമറത്തുൽ അഖലിന് വേണ്ടിയാണോ ഈ അറബികൾ ഈ പേര് വെച്ചത് അതോ അല്ലേന്ന് നമുക്കറിയില്ല. അങ്ങനെ ആ സവിശേഷത പരിഗണിച്ചാൽ തന്നെ അത് മുന്തിരിങ്ങാനീരിന് മറ്റ് പേരൊന്നും പറയാതെ ഹംറ് എന്നുള്ള പേര് തെരഞ്ഞെടുക്കാനുള്ളതായ കാരണയാവുള്ളൂ. എന്നല്ലാതെ അതോടുണ്ടോ അവിടൊക്കെ വളഅ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇപ്പൊ ചില വിഷയത്തിലൊക്കെ വരുള്ളൂ. ഇപ്പൊ ഇബില് ഒട്ടകം, ഫറസ് കുതിര,
അതൊക്കെ പിന്നെ അതിനൊന്നും ഒരു മുനാസബത്ത് ആ ലഫ്ദിനോട് മുനാസബത്തായ ഒരു മായന കാണുന്നില്ല. ഗനമ് അതിന് ഒരു മുനാസബത്തുള്ള മായന പറയാം, അതൊരു ഗനീമത്താണ് എന്ന് പറഞ്ഞാൽ പാവം ജീവി ആയതുകൊണ്ട് ഏത് വേട്ടജീവികൾക്ക് ഗനീമത്തായിട്ട് ഗനീമത്തും ഭാരിതത്തായിട്ട് പിടിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് വനമ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞ മാതിരി ഞാമ് നാടുമാടൊട്ടകങ്ങൾക്ക് പറഞ്ഞത് അത് ഞാമത്തുകൾ അധികരിച്ചതിന് വേണ്ടിയാണ്. അപ്പൊ അവിടൊക്കെ ഈ കിയാസ് നടക്കൂലേ? മുഅ്തമദ് നടക്കൂല എന്നാണ്. കാരണം അധിക പദങ്ങളിലും അങ്ങനെ ഒരു സവിശേഷത കാണൂല. ലഫ്ളും പിന്നെ മാനിയും തമ്മിൽ സവിശേഷത കാണൂല. ഇനി ചിലരൊക്കെ കണ്ടാൽ തന്നെ അത് മറ്റു പദങ്ങളെ അല്ലാതെ ഈ പദം പ്രത്യേകം തെരഞ്ഞെടുക്കാനുള്ളതായിരിക്കുന്ന കാരണയാവുള്ളൂ എന്നല്ലാതെ വദഇനുള്ള കാരണം ആവൂല. അല്ലെങ്കിൽ വദഇനുള്ള കാരണം അതാണ് എന്ന് നമുക്ക് അറിയില്ല. അപ്പോ അറബികൾ വെക്കാത്ത മറ്റ് ലഹരി പാനീയങ്ങൾക്ക് ഹംറ് എന്ന് വെച്ചിന്ന് തുബൂത്താകാത്തോളത്തോളം കാലം അതൊന്നും ഹംറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അപ്പൊ ഈ ഖിലാഫിന്റെ അസർ എന്താന്ന് ചോദിച്ചാല്, ലോകത്ത് ഖിയാസ് കൊണ്ട് തുബൂത്താവുന്ന വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് ലഹരി പാനീയങ്ങളൊന്നും ഹംറിനോട് ഖിയാസാക്കേണ്ട ആവശ്യമില്ല. ഹംറ് എന്ന നസ് തന്നെ അതൊക്കെ പെടും. മുഅ്തമദ് അതല്ലാത്തത് കൊണ്ട് ഹംറ് എന്ന് പറഞ്ഞാല് അതെന്താണ്? അൽ മുഷ്തദ്ദു മിൻ അസീരിൽ ഐനബ്. ബാക്കിയുള്ള പദാർത്ഥങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഹറാമാകുന്നത് ഇതിനോട് ഖിയാസാക്കിയിട്ടാണ്. അപ്പോ അത് ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ഖിയാസ് മുമ്പ് അതിനെപ്പറ്റി ചർച്ച ചെയ്തതായിരിക്കുന്ന സ്ഥലം അതിന്റെ മബഹത്തില് അതിന്റെ മബാഹിദുൽ അൽഫാദില് മുന്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞ് ഇവിടെ പറയാതെ പറഞ്ഞത് എന്താണ്? അവിടെയാണ് അതിനോട് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സ്ഥലം എന്നതുകൊണ്ട് അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിവിടെ മുസന്നിഫ് പറയാനുള്ള കാരണം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ചിലപ്പോ അത് വിട്ടുപോയതാണ്, മുസന്നിഫിനത് മറന്നു പോയതാണ്, വിട്ടുപോയതാണ് എന്ന് തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉണർത്തൽ ഇവിടെ ഉണർത്തിയത്. വസ്സഹീഹു അന്നൽ ഖിയാസ ഹുജ്ജത്തുൻ لعمل كثير من الصحابة به متكررا شائعا مع سكوت الباقين الذي هو في مثل ذلك من الأصول العامة وفاق عادة. അപ്പോ ഖിയാസ് സഹീഹ് എന്താണ്? ഖിയാസ് ഹുജ്ജത്താണ്. ഖിയാസ് ഹുജ്ജത്താണ്. ഹുജ്ജത്താന്നുള്ളതിന്റെ കാരണം സഹാബത്ത് പല സഹാബാക്കളും പല വിഷയത്തിലും ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിച്ചു. അവര് ഖിയാസ് കൊണ്ട് ഈ വിഷയത്തിൽ ലക്ഷ്യം പിടിച്ചു, മറ്റൊരു വിഷയം പിടിച്ചു എന്ന് അറിയലോടുകൂടെ തന്നെ ബാക്കിയുള്ളവര് മൗനം ദീക്ഷിക്കുകയും ചെയ്തു. അവരാ മൗനം ദീക്ഷിച്ചത് ഈ ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിച്ചവരുള്ളതായിരിക്കുന്ന യോജിപ്പ് കൊണ്ടാണ് എന്ന് ഉറപ്പാണ് ആദത്തൻ. എന്തുകൊണ്ട് വെച്ചാല് വേറെ ഒറ്റപ്പെട്ട മസാലന്റെ മാതിരിയല്ല. ഖിയാസ് കൊണ്ട് ഒരു കൂട്ടർ ലക്ഷ്യം പിടിക്കുമ്പോൾ അത് ലക്ഷ്യം പിടിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യും? എതിർക്കും, വിയോജിപ്പ് പ്രകടിപ്പിക്കും. പിന്നെ അല്ലഞ്ഞാല് അതിനാലുള്ള ഭവിഷ്യത്ത് ഖിയാമത്ത് വരെ അല്ലെങ്കിൽ മുജ്തഹിദീങ്ങളുള്ളിടത്തോളം കാലം ഓലൊക്കെ ഈ ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കും. അങ്ങനെ ദീനില് വമ്പിച്ച മായം വന്നു ചേരും. അതുകൊണ്ട് മറ്റുള്ളവര് മൗനം ദീക്ഷിച്ചത് അത് ഒരു യോജിപ്പ് കൊണ്ട് മൗനം ദീക്ഷിച്ചതാണ്, യോജിക്കാതെ മൗനം ദീക്ഷിച്ചതല്ല എന്ന് ഉറപ്പാണ്. ഉണ്ടോ? അപ്പോ സാധാരണയിൽ ഇത് പിന്നെ സുക്കൂത്തിയായ ജുമാഅാണ്. സുക്കൂത്തിയായ ജുമാഅ വെന്നിനെ ഫായിദപ്പിക്കൊള്ളുന്ന. കാരണം
മൗനം ദീക്ഷിച്ചോല് യോജിപ്പോണ്ടും ആകാം, വിയോജിപ്പോടുകൂടെ പറഞ്ഞ ആളുകളുടെ ഗൗരവം അവിടെ കാര്യപ്പെട്ട ആൾക്കാരാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെങ്ങനെ വിയോജിക്കണ് എന്ന് വിചാരിച്ച് കണ്ടാവാം ചിലര് മിണ്ടാതിക്കണത്. ചിലര് മിണ്ടാതിക്കണത് ഇതാണ്, ഇജ്തിഹാദിയായ വിഷയമാണ്. അപ്പോ ഇജ്തിഹാദിയായ വിഷയത്തിൽ മുജ്തഹിദ് എന്തെങ്കിലും പറഞ്ഞാല് വിയോജിപ്പുള്ളവരും അത് എതിർക്കേണ്ടതല്ല എന്നൊക്കെ ഉണ്ടാകുന്നതാകാൻ സാധ്യതയുണ്ട്. അപ്പോ ആ ഒരു ഇഹ്തിമാലുള്ളത് കൊണ്ട് സുക്കൂത്തിയായ ഇജ്മാഅ് ദന്നിനെ ഫായിദപ്പിക്കൊള്ളുന്ന, ഇത് സുക്കൂത്തിയായ ഇജ്മാഅ് ആണ്. ഓരോ സംഭവത്തിലും സുക്കൂത്തിയായ ഇജ്മാഅ് ഒരു ചിലോ ലക്ഷ്യം പിടിക്കും, ബാക്കിയുള്ളവരും ഉണ്ടാകും. അപ്പോ അത് പിന്നെ പക്ഷെ ഈ വിഷയത്തിൽ ഈ സുക്കൂത്ത് എന്താണ്, മുവാഫഖത്തിന് വേണ്ടിയാണ്, ഒരു യോജിപ്പോണ്ടാണ് എതിർക്കാതുന്നത് എന്ന് ഉറപ്പാണ്. ഈ ലക്ഷ്യം പിടിക്കുക എന്നുള്ളത് പല സന്ദർഭത്തിലും പല ഭാഗത്തുനിന്നും പല സഹാബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് മുത്തവാത്തിറായിട്ട് വന്നതാണ്. ഓരോ സംഭവവും മുത്തവാത്തിർ അല്ലെങ്കിലും അതിന്റെ അടിയിലുള്ള ഖദർ മുഷ്തറക്ക്, അതായത് ഏത് ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കുക എന്നുള്ള ഈ ഖദർ മുഷ്തറക്ക് അത് മുത്തവാത്തിറായിക്കണ്. ഏതുപോലെ അലി റളിയല്ലാഹുവിന് ശുജാഅ് എന്നുള്ള മുത്തവാത്തിറാണ്. പക്ഷെ ഓരോരോ സംഭവം അവര് ഖൈബറിന്റെ കോട്ട 7 ആള് കൂടികാണ്ട് പൊന്തിച്ചത് ഒറ്റക്ക് പൊന്തിച്ചു, അല്ലെങ്കിൽ അവര് വേറെ ഓരോരോ യുദ്ധത്തിൽ ഇന്നത് ചെയ്തു, ഓരോന്നും എടുത്തു നോക്കുമ്പോ മുത്തവാത്തിറായിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഖദർ മുഷ്തറക്ക് മുത്തവാത്തിറാവും. അതുപോലെ ഹാത്തിമുത്തായി ധർമ്മിഷ്ഠനാണെന്നുള്ള മുത്തവാത്തിറാണ്. അവരൊരു സമയത്ത് ഒരു കുതിര കൊടുത്തു, ആ സംഭവം മുത്തവാത്തിറല്ല. പിന്നെ ഒരിക്കൽ ഒരു വസ്ത്രം കൊടുത്തു, പിന്നെ ഭക്ഷണം കൊടുത്തു, ഓരോന്നും എടുത്തു നോക്കുമ്പോൾ മുത്തവാത്തിറാവില്ല. പക്ഷെ ഖദർ മുഷ്തറക്ക് മുത്തവാത്തിറായിക്കാറ്. അതിനാണ് മുത്തവാത്തിറും ബിൽ മഅന. അപ്പോ മുത്തവാത്തിർ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു സക്കാത്ത് ഇനി കൊടുക്കണ്ട, നിക്കാരൊക്കെ വേണം, സക്കാത്ത് ഇനി കൊടുക്കണ്ട. കാരണം സക്കാത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ എന്നാണ്. അത് ഖിതാബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ് സക്കാത്ത് വാങ്ങുക എന്നുള്ളത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളെ, ഖുലഫാവിനെ എന്തിനോട്, റസൂലുള്ളാഹിനോട് ഖിയാസാക്കി. എന്താ ജാമിഅ, റസൂലുള്ളാഹി വാങ്ങിയാലും സാധുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, ശേഷം പ്രതിനിധികൾ വാങ്ങിയാലും അത് ഫുഖറാവിന് കൊടുക്കാനുള്ളതാണ് എന്നുള്ള നിലക്ക് ഖിയാസാക്കി. ആ ഖിയാസാക്കിയപ്പോ ബാക്കിയുള്ള സഹാബത്ത് മുഴുവൻ ചെയ്തു, മുണ്ടാതെന്നു. അവര് യോജിപ്പുള്ളവരായതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരാളെ ഒരു കൂട്ട ആൾക്കാർ കൊന്നാല് എല്ലാരും കൊല്ലൂലേ? അത് എങ്ങനെ ഒരാളെ കൊന്നതിന് എല്ലാരും കൂടി കൊല്ലുക എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ കൈമുല് വാള് വെച്ചുകാണ്ട് ആ വാളുമുല ഒരു 3-4 ആൾക്കാരെല്ലാം പാടാണ്ട് അമർത്തിയ കയ്യാണ് മുറിച്ച്, എല്ലാരും കൈ മുറിച്ചൂലയിച്ചു. ആ മുറിച്ചു. അതുപോലെ തന്നെ എല്ലാരും കൂടി ഒരാളെ കൊന്നാൽ എല്ലാരും കൊല്ലണം. അതിപ്പോ എന്താണ്, ഖാത്തുലിനെ ഖിയാസാക്കിയതാണ് ഖാത്തുലുവിനോട്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഖിയാസ് വെച്ചിട്ടാന്നുള്ളതിന്റെ തെളിവ്. ലിഅമലി കസീരിൻ മിന സ്വഹാബത്തി ബിഹി, ധാരാളം സഹാബാക്കള് ഖിയാസ് കൊണ്ട് അമൽ ചെയ്തു. മുതകർരിറൻ, പല പ്രാവശ്യം, ഷായിഅൻ മഅ സുകൂത്തിൽ ബാഖീന. അല്ലദീ സുക്കൂത്തിന് സിഫത്ത. അല്ലദീ എങ്ങനെയുള്ള സുക്കൂത്ത്, ഹുവ ആ സുക്കൂത്ത്, ഫീ മിസ്ലി ദാലിക ഇതുപോലത്തെ കൊണ്ടുള്ള ഉദ്ദേശം എന്താ, മിനൽ ഉസൂലിൽ ആമ്മ, ഒരു ജുസിയായ ഒരു 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 മസലല്ലല്ലോ, ഇത് ഒരു ആമായ അസുല.
وفاق عادة. ولقوله تعالى فاعتبروا والاعتبار قياس الشيء بالشيء. അതുപോലെ ആയത്ത് ഫഅ്തബിറൂ ഇഅ്തിബാർ എന്ന് പറഞ്ഞാൽ ഉബൂർ എന്നുള്ളതാ. ഉബൂർ എന്ന് പറഞ്ഞാൽ വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് വിട്ടുകിടക്കുക. അപ്പൊ ആ വിട്ടുകിടക്കുക എന്ന് പറയപ്പെട്ട തന്നെയാണ് ഖിയാസ്. കാരണം ഖിയാസാക്കുന്നവൻ മഖീസ് അലൈഹിൽ നിന്ന് മഖീസ് അലൈഹിലേക്ക് വിട്ടുകിടക്കുകയാണ്. അപ്പൊ ഇഅ്തബിറൂ എന്ന് പറഞ്ഞതിന്റെ ഉമൂമിൽ ഏതും പെട്ടു, ഖിയാസും പെട്ടു. എന്റെ ഉദ്ദേശം അത് പിന്നെ ഇറങ്ങിയത് എന്തിനു വേണ്ടിയാണ്? അത് കാഫിര്യങ്ങളുടെ മുൻഗാമികളായ കാഫിര്യങ്ങൾക്ക് ഇറങ്ങിയതായിരിക്കുന്ന ശിക്ഷ, ആ ശിക്ഷനോട് ഖിയാസാക്കി കണ്ട് അതുപോലെ നമ്മളുമായാൽ നമ്മൾക്കും ശിക്ഷ വരും എന്ന് മനസ്സിലാക്കി പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണെങ്കിലും ഖിയാസ് അതും ഇതിൽപ്പെടും. അപ്പൊ ആ ആയത്തും ഖിയാസിന് തെളിവ് തന്നെയാണ്. إلا في الأمور العادية والخلقية أي التي ترجع إلى العادة والخلقة كأقل الحيض أو النفاس أو الحمل وأكثره فلا يجوز ثبوتها بالقياس. പക്ഷേ പിന്നെ ആദിയായ ആദത്തുവെള്ളം അടങ്ങുന്ന ഖിൽഖത്തുവെള്ളം അടങ്ങുന്ന ആദത്തുവെള്ളം അടങ്ങുന്ന അഥവാ ഖിൽഖത്തുവെള്ളം അടങ്ങുന്നതായിരിക്കുന്ന ഹുക്കുമുകളിൽ ഖിയാസ് എന്തല്ല, ഹുജ്ജത്തല്ല. ഇപ്പോ ഹൈവ് അഖല്ലുൽ ഹൈവ് ഒരു 24 മണിക്കൂറാണ് എന്ന് നമ്മൾ അറിഞ്ഞു. അതുകൊണ്ട് എന്ത് അഖല്ലുൽ നിഫാസ് അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റൂല. അഖല്ലുൽ നിഫാസ് ഒരു നിമിഷമാണ്, ഒരു തുപ്പടയാണ്. ചിലവർ പറയും ഒരു അഖല്ലില്ല, അതൊക്കെ അതിന്റെ കമാലൊക്കെ ഒന്ന് തന്നെ. പിന്നെ അതുപോലെ ഖാലിബുൽ ഹൈദ് എന്താണ്, 6 or 7 ദിവസമാണ്. ഹൈദുൽ നിഫാസ് അങ്ങനല്ല. ഖാലിബുൽ നിഫാസ് 40 ദിവസമാണ്. അക്തറുൽ ഹൈദ് 15 ദിവസമാണ്. അക്തറുൽ നിഫാസ് 60 ദിവസമാണ്. അപ്പോ ഹൈദ് അഖല്ലുൽ ഹൈദിനോട് ഖിയാസാക്കി കണ്ട് നിഫാസിന്റെ അഖല്ലോ ഖാലിബോ അക്തറോ സുബൂത്താക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അത് എന്തിനു വേണ്ടിയാണ് ഈ പിന്നെ അഖല്ലുൽ ഹൈദ് അത് ഒരു ദിവസം ആയത്? അത് മനുഷ്യ പ്രകൃതി, പെണ്ണുങ്ങളെ ശരീരപ്രകൃതി, ആ ശരീരപ്രകൃതിനോന്റെ മേലെടുത്തതായിരിക്കുന്ന ആദത്തും ചെയ്തു. മുജ്തഹിദീങ്ങൾ ഇസ്തിഖ്റാഅ് ചെയ്തു. അപ്പോ 24 മണിക്കൂറിനേക്കാൾ കുറഞ്ഞതായി ഹൈദുണ്ടായതായി സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഹൈദ് അക്തറുൽ ഹൈദിനേക്കാൾ രോഗമില്ലാത്തതായിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അക്തറുൽ ഹൈദിനേക്കാൾ വിട്ടുകിടുന്നതായിട്ട് എന്തില്ല, ആദത്തില്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പോ ആദത്ത് വെള്ളം അടങ്ങുന്ന ഖിൽഖത്ത് വെള്ളം അടങ്ങുന്ന ആദത്ത് വെള്ളം അടങ്ങണമെന്ന് വേറെയും ഖിൽഖത്ത് വെള്ളം അടങ്ങണമെന്ന് വേറെയല്ല. ആദിയത്തും ഖിൽഖിയത്തും രണ്ടും തന്നെയാണ് അതിന്റെ ഒരു മൗസൂഫിന്റെ 2 സിഫത്തുകളാണ്. അത് രണ്ടിനുള്ള ഉദാഹരണം തന്നെയാണ് അഖല്ലുൽ ഹൈദ്, അഖല്ലുൽ നിഫാസ്, അഖല്ലുൽ ഹംല് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതെന്ത് ചെയ്യൂല. അപ്പൊ അതിന്റെ അർത്ഥം ആദത്ത് വെള്ളം അടങ്ങുന്ന ഖിൽഖത്തിന് വെള്ളം അടങ്ങുന്ന മനുഷ്യന്റെ പടപ്പത്തരത്തിന്റെ മേല് എടുത്ത ആദത്ത് വെള്ളം അടങ്ങുന്ന അഹ്കാമില് ഖിയാസ് ഹുജ്ജത്തല്ല. കാരണം ലാ യുദ്റക്കുൽ മഅന മനസ്സിലാക്കാൻ സാധ്യല്ല, അൽ മഅന ഇല്ലത്ത് മനസ്സിലാക്കാൻ സാധ്യല്ല, ഫീഹാ ഈ ഹുക്മുകളില്. ഫയുർജഉ ഫീഹാ ഇലാ ഖൗലി സ്വാദിഖ്. അപ്പോ ഇത്തരം ഹുക്മുകളില് സാദിഖായ ആളുകളുടെ വാക്കിലേക്കാണ് മടങ്ങുക. വഖീല യജൂസു ലിഅന്നഹു ഖദ് യുദ്റക്. ഖീല യജൂസു ആദിയായ ഖിൽഖിയായ ഹുക്മുകളിലും ഖിയാസ് നടക്കാം. ചില ആദിയായ ഖിൽഖിയായ വിഷയങ്ങളൊക്കെ
എന്താണ് അത് പിന്നെ അതിന്റെ ഇല്ലത്തറിയപ്പെടുന്നത് ഉണ്ടാവാം. അപ്പൊ അതിൽ ഖിയാസ് നടക്കാം. അപ്പൊ ആദിയാണെങ്കിലും ഹിൽക്കിയാണെങ്കിലും നടക്കൂല. ആദ്യം ഹിൽക്കിയായ ഒരു ഹുക്കുമിനും നടക്കൂല എന്ന് പറഞ്ഞൂടാ എന്ന്. ഖീല യജൂസു ലിഅന്നഹു ഖദ് യുദ്റക് വലാ ഫീ കുല്ലിൽ അഹ്കാം. അതുപോലെ എല്ലാ ഹുക്കുമിലും ഖിയാസ് ഹുജ്ജത്തല്ല. അപ്പൊ അവിടെയും ഖിലാഫുണ്ട്. ചിലവർ പറയും എല്ലാ ഹുക്കുമിലും ഖിയാസ് ഹുജ്ജത്താണ്. പക്ഷെ എല്ലാ ഹുക്കുമിലും ഖിയാസ് ഹുജ്ജത്താണ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കാണ്ട് എല്ലാം മനസ്സിലാക്കണം. മൊത്തം ഹുക്കുമ് ഖിയാസ് കൊണ്ട് സുബൂത്താവും എന്ന് പറയാം, അങ്ങനെ ബുദ്ധിയുള്ളവരാരും പറയില്ല. കാരണം ഖിയാസ് താമാകണമെങ്കിൽ മഖീസ് അലൈന്റെ ഹുക്കുമ് ഖിയാസ് അല്ലാത്ത വേറെ എന്തുകൊണ്ടെങ്കിലും സുബൂത്താവണം. ഒരായത്ത് കൊണ്ട് സുബൂത്താവണം, ഹദീസ് കൊണ്ട് സുബൂത്താവണം, ഒരു ജുമാ കൊണ്ട് സുബൂത്താവണം. മഖീസ് അലൈന്റെ ഹുക്കുമും എന്താണ്, അത് ഖിയാസ് കൊണ്ട് സുബൂത്താകുകയാണെങ്കിൽ ഖിയാസ് ഉണ്ടാവില്ല. ഖിയാസ് ഉണ്ടാകണമെങ്കിൽ മഖീസ് അലൈന്റെ ഹുക്കുമ് ഖിയാസ് അല്ലാത്ത ഏതെങ്കിലും ഒരു ദലീൽ കൊണ്ട് സുബൂത്താവണം. എന്നിട്ട് ആ ഹുക്കുമ് മഖീസ് അലൈക്ക് ഉണ്ടാകാനുള്ള കാരണം ഇല്ലത്താണ് എന്ന് നസ്സെന്നോ അല്ലെങ്കിൽ നസ്സിന്റെ സൂചനയെന്നോ അല്ലെങ്കിൽ മുജ്തഹിദിന്റെ ഇജ്തിഹാദ് കൊണ്ടോ സ്ഥിരപ്പെടണം. എന്നിട്ട് ആ ഇല്ലത്തിനോടത്തുണ്ട് അപ്പൊ ആ ഹുക്കുമ് അവിടെ ഉണ്ടാവണം എന്ന്. അപ്പൊ ഈ എല്ലാ ഹുക്കുമും ഖിയാസ് കൊണ്ട് സുബൂത്താകുക എന്ന് പറഞ്ഞാല് പറ്റും എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? ഏതൊരു ഹുക്കും നമ്മൾ എടുത്തു നോക്കിയാലും, എല്ലാ ഹുക്കുമും ഒരേ സമയത്ത് ഒറ്റയടിക്കുന്നതല്ല, ഏതൊരു ഹുക്കും എടുത്തു നോക്കിയാലും അത് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പറ്റുന്നതാണ് എന്ന്. ഏതൊരു ഖിയാസ് ഹുക്കും എടുത്തു നോക്കിയാലും. അപ്പൊ അത് എന്ത് ചെയ്യാ, വേറൊന്നിനോട് നെക്സ്റ്റ് സുബൂത്തായ വേറൊന്നിനോട് ഖിയാസാക്കി സുബൂത്താക്കാൻ പറ്റും. വേറൊരു ഹുക്കും എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. മഖീസ് അലൈന്റെ ഹുക്കും എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അത് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പറ്റും എന്നാണ്. എന്നല്ലാതെ ഒറ്റടിക്ക് എല്ലാ ഹുക്കും ഒരു ഖിയാസ് കൊണ്ട് ആകാൻ പറ്റും എന്ന് ആരും പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത്, മുസന്നിഫ് പറഞ്ഞത് എന്താണ്, അത് പറ്റൂല. ഹുക്കുമുകളെ കൂട്ടത്തിൽ ചില ഹുക്കുമുകൾ ഇല്ലത്ത് എന്താണ് എന്ന് അറിയാത്ത ഹുക്കുമുണ്ടാവും. ഇപ്പൊ ആദിയായ ഹിർക്കിയായ അഹ്കാമ് പോലെ, അങ്ങനെ ചില തഖ്ദീറാത്ത് പോലെ. ഇപ്പോ സുബഹി 2 റക്അത്താകാനുള്ള കാരണം, മഗ്രിബ് 3 റക്അത്താകാനുള്ള കാരണം ഒന്നും അറിയപ്പെട്ടതല്ല. അപ്പൊ അതുപോലത്തെ ഹുക്കുമുകൾ ഖിയാസ് കൊണ്ട് സുബൂത്താവൂല. അതുകൊണ്ട് ഏതൊരു ഹുക്കും എടുത്താലും അത് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പറ്റുന്ന ഹുക്കുമാണ് എന്ന് പറയാൻ പറ്റൂല. വഇല്ലാ ഫീ കുല്ലിൽ അഹ്കാമി ഫലാ യജൂസു സുബൂതുഹാ ബിൽ ഖിയാസ് ലഅന്ന മിൻഹാ മാ ലാ യുദ്റകു മഅനാഹ്. കാരണം ഹുക്കുമുകളെ കൂട്ടത്തിൽ അതിന്റെ കാരണം അറിയപ്പെടാത്ത ഹുക്കുമ് ഉണ്ടാകും. ഹുക്കുമ് 2 ഉണ്ടാവും. തഅബ്ബുദിയായ ഹുക്കുമ്, മുഅല്ലലായ ഹുക്കുമ്. മുഅല്ലലായ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് അറിയപ്പെട്ടതായ ഹുക്കുമ്. ഇല്ലത്ത് അറിയപ്പെട്ട ആ ഹുക്കുമ്, നമുക്ക് അതിന്റെ ഇല്ലത്ത് അറിയാം. തഅബ്ബുദിയായ ഹുക്കുമ് പറഞ്ഞാൽ അതിന്റെ ഇല്ലത്ത് അറിയാത്തത്. ഇല്ലത്തുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഹുക്കുമൊക്കെ, അല്ലാഹു തആല ഹക്കീമല്ലേ, അള്ളാഹുവിന്റെ ഹുക്കുമൊക്കെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയേക്കാരോ. കാരണത്തിന് വേണ്ടി അല്ലാതെ ഹുക്കുമുണ്ടാക്കൽ അള്ളാഹുവിന് പിന്നെ മുഹാലായിട്ടൊന്നുമല്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ചെയ്യും. എന്നിരുന്നാലും അവന്റെ പിന്നെ ഫള് കൊണ്ട് ഏതൊരു ഹുക്കുമും അത് എന്തെങ്കിലും ഒരു മസ്ലഹത്തിന് വേണ്ടിയേക്കാരാം ഹുക്കുമ് ഷറഅാക്കണത്. പക്ഷേ അതിൽ ചിലത് നമുക്ക് ഇല്ലത്ത് അറിയുന്നുണ്ടാവും, ചിലത് ഇല്ലത്ത് അറിയാത്തതുണ്ടാവും. അപ്പോ ഹുക്കുമുകളെ കൂട്ടത്തിൽ ഇല്ലത്ത് അറിയപ്പെടാത്തത് ഉണ്ടായത് കൊണ്ട് ഏത് ഹുക്കുമും ഖിയാസ് കൊണ്ട് സുബൂത്താവും എന്ന് പറയാൻ പറ്റൂല. ഉദാഹരണം, കവുജൂബി ദിയത്തി അലൽ ആഖിലത്തി. ഏതുപോലെ? കവുജൂബി ദിയത്തി അലൽ ആഖില, ദിയത്ത് ആഖിലത്തിന്റെ മേൽ നിർബന്ധമാകും പോലെ
ദിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നാല് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒട്ടകങ്ങൾക്കാണല്ലോ ഇപ്പൊ ദിയത്ത് എന്ന് പറഞ്ഞത്. ഒരു മുസ്ലിമായ ആണിനെ കൊന്നാല്, സ്വതന്ത്രനായ മുസ്ലിമായ ആണിനെ കൊന്നാല് 100 ഒട്ടകം. അത് ഈ പിന്നെ ജിനായത്ത് അംദാണെങ്കിൽ, അതായത് മനഃപൂർവം കൽപ്പിച്ചൂട്ടി കൊന്നു, ആ വ്യക്തിനെ തന്നെ ഉദ്ദേശിക്കാണ്ട് ഓനെ തന്നെ കൊല്ലണം വിചാരിച്ചാണ് കൊന്നു. സാധാരണ കൊല്ലണ ആയുധം വാള് പോലത്തതുമാണ്. എന്നാ അത് അംദ. നേരെ മറിച്ച് എന്താണ്, പ്രവൃത്തി ഉദ്ദേശമില്ല. അപ്പൊ ഉദാഹരണം, അവന്റെ കാറ് എന്ത് ചെയ്തു, അങ്ങോട്ട് പേച്ചിക്കാണ്ട് ഒരാളെ കൊന്നു, ബ്രേക്ക് കിട്ടാതെ ഒരാളെ കൊന്നു. അല്ലെങ്കിൽ അയാള് ഒരു മാനാണ് വിചാരിച്ചു വേണ്ടി വെടിച്ചാണ്ട് കൊന്നു. അല്ലെങ്കിൽ രണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പക്ഷെ എന്താണ്, സാധാരണ കൊല്ലണ വസ്തു കൊണ്ടല്ല കൊന്നത്, ഒരു വലിയൊരു വടി കൊണ്ട് അടിച്ചു കൊന്നു. ആദ്യത്തത് എന്താണ്, ഖത്ത ആണ്. രണ്ടാമത്തെ ശിബാമതാണ്. അപ്പൊ ഖത്തന്റെ ശിബാമത്തിന്റെ ദിയത്ത് അത് ജാനിന്റെ മേലല്ല, ജാനിന്റെ അസബാക്കാരെ മേലില്ല. ഷറൈന്റെ നിയമം അങ്ങനെയാണ്. ഓന്റെ അസബാക്കാര്, ഓന്റെ ജ്യേഷ്ഠാഞ്ചന്മാരും ഓന്റെ പിന്നെ ജ്യേഷ്ഠാഞ്ചന്മാരെ മക്കളും എളാപ്പാരെ മക്കളും വാപ്പി മക്കളും അല്ലാത്ത, അസുലും പുറമല്ലാത്ത ഓലാണ് കൊടുക്കേണ്ടത് എന്നാ. അപ്പോ പിന്നെ അവിടെ ഓല കൊണ്ടാണ് ആക്കിലത്ത് പറഞ്ഞത്. ഓല കൊണ്ട് ആക്കിലത്ത് അറിയാനുള്ളതായിരിക്കുന്ന കാരണം എന്താന്ന് ചോദിച്ചാല്, അകല എന്ന് പറഞ്ഞാൽ കെട്ടീന, ഒട്ടകത്തിനൊക്കെ കെട്ടിനാണ് അകല എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും, കൊല്ലപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ദിയത്തായ ഒട്ടകങ്ങളെ കൊണ്ടുപോയി കെട്ടുന്നത് കൊണ്ടാണ് ഇവർക്ക് ആക്കിലത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അലൽ ആക്കിലത്തി അസഭാകാരമേല് ഏത് ദിയത്ത് നിർബന്ധാകാണ്. ദിയത്ത് കൊന്നോനല്ല ദിയത്ത് നിർബന്ധാകേണ്ടിയത്. ഹത്തലും ശുഭഹംദിലും അത് അസഭാക്കാർക്ക് നിർബന്ധാകണം. എന്താണ്, അതിന്റെ ഇല്ലത്തറിയപ്പെടണില്ല. അങ്ങനെ ഇല്ലത്തറിയപ്പെടാത്തതായിരിക്കുന്ന ഹുക്കുമുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഹുക്കുമും ഇല്ല പിന്നെ ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പറ്റുന്നതാണ് എന്ന് പറയാൻ പറ്റൂല. وقيل يجوز بمعنى أن كل من الأحكام صالح لأن يثبت بالقياس. وقيل يجوز أي يجوز القياس في كل الأحكام بمعنى أن كل من الأحكام يدرك مرتوكيان صالح لأن يثبت بالقياس. قياس കൊണ്ട് സുബൂത്താകാൻ പറ്റുന്നതാണ്. بأن يدرك معناه, അതിന്റെ ഇല്ലത്തറിയപ്പെടുന്നത് കൊണ്ട്. അപ്പൊ ഏതും നല്ല ചിന്തിച്ചാൽ ഇല്ലത്തറിയാൻ പറ്റും. അപ്പൊ ഇതിലുള്ള ഇല്ലത്ത് എന്താ ഒരു പറയാണ്, ഊജൂബുദ്ദിയത്തി അലൽ ആഖിലത്തി ലഹു മഅനൻ യുദ്റക് വഹുവ ഇആനത്തുൽ ജാനി ഫീമാ ഹുവ മഅ്ദൂറുൻ ഫീഹി കമാ യുആനുൽ ഖാരിമു ഇൻ സ്വലാഹി ദാത്തിൽ ബൈനി ബിമാ യുസ്റഫു ഇലൈഹി മിനസ് സകാത്ത്. പിന്നെ ഖതായിട്ടും ശുഭാംതായിട്ടും ഒക്കെ ഉള്ള ജിനായത്തില് ദിയത്ത് ജാനിക്ക് നിർബന്ധമാകാതെ അവന്റെ അസഭാക്കാർക്ക് നിർബന്ധമാകുന്നതിലുള്ളതായിരിക്കുന്ന ഇല്ലത്തെന്താണ്, അത് ജാനി മഅ്ദൂറായ ജിനായത്തിൽ ജാനിനെ സഹായിക്കുക. കാരണം ഖത്തായ കൊലേ ശുഭാംത ഖത്ത് പ്രത്യേകിച്ചും പലപ്പോഴും സംഭവിക്കുകയെ. പിന്നെ പ്രത്യേകിച്ച് ആയുധമായിട്ടൊക്കെ നടക്കണോല് ആവുമ്പോ വാളും കുന്തും പിന്നെ ഇതായിട്ടൊക്കെ നടക്കണ, വില്ലും അമ്പും ഒക്കെ ആയിട്ട് നടക്കണ ആളുകളെ എത്തുന്ന് അറിയാതെ കൊല പലപ്പോഴും സംഭവിക്കും. അപ്പൊ അത്തരം വിഷയത്തിൽ ആരെന്ത് ചെയ്യുക, ജാനിനെ സഹായിക്കുക. ജാഹിലിയ കാലത്ത് ഈ അസഭാക്കാരെന്തേ ചെയ്തിനിയത്, അത് ഈ കൊല്ലപ്പെട്ടവന്റെ ബാക്കിയുള്ളവര് ദിയത്തിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആരാടാ കാട്ടിത്തരാന്ന് അറിഞ്ഞുകാണ്ട് ബലെല്ലാം പാടെ ഒരുമിച്ച് കൂടികാണ്ട് വനപ്രതി പിന്നെ അക്രമപരമായിട്ട് പിന്നെ മഖ്തൂലിന്റെ ഔലിയാവിനെ നിരോധിക്കലായിരുന്നു. അപ്പൊ ഷറായ് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഓനോട് പിന്നെ കൊന്നോനോട് നിങ്ങൾക്ക് വിധേയത്വം ഉണ്ടെങ്കിൽ, തീർപ്പുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ
ആ മദ്ലൂമീങ്ങളെ നിങ്ങൾ നിരോധിക്കല്ല വേണ്ടത്, പ്രതിരോധിക്കല്ല വേണ്ടത്, മറിച്ച് ദിയത്ത് കൊടുക്കാൻ വേണ്ടി ഇവനെ സഹായിക്കാണ് വേണ്ടത്. ഓന്റെ ജിനായത്തോട് നിങ്ങളാണ് കൊടുക്കുക, നിങ്ങൾക്ക് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് അതിന്റെ കാരണം. രണ്ട് പാർട്ടിക്കാരും തമ്മില് കച്ചറ ഉണ്ടാവുമ്പോഴേ രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് ഒരാളെ കൊല്ലപ്പെട്ടിക്കണ്. ആരാണ് കൊന്നത് എന്ന് അറിയുന്നില്ല. അപ്പൊ മറ്റേ പാർട്ടിക്കാരാണ് കൊന്നത് എന്ന് പറഞ്ഞു കണ്ട് ഇവര് എന്താണ് മറ്റോര് ഞങ്ങളല്ല കൊന്നത് എന്നും പറഞ്ഞ് ഭയങ്കര കച്ചറ ഇതുണ്ടാകാൻ പോവുകയാണ്. അപ്പൊ ഒരാൾ ഇറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾ കച്ചറ ഉണ്ടാക്കണ്ട, അതിന്റെ ദിയത്ത് ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പോ ഓന് ഓന്റെ സ്വത്ത് നാട് എടുത്തു കൊടുത്തതാണെങ്കിൽ പിന്നെ സക്കാത്തൊന്നും കൊടുക്കാൻ പറ്റൂല. നേരത്തെ മറിച്ച് കടം വാങ്ങി കൊടുത്താൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ സക്കാത്ത് കൊടുത്ത് ഓനെ സഹായിക്കൂലേ എന്നതുപോലെ